ഹായ് ഗായ്സ്, ഇതൊരു വിഴുക്കാണ് കേട്ടോ. വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുള്ള ഒരു വിഴുക്കാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സാധനമാണ് ഈ വഴുതനങ്ങ. പക്ഷെ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, വഴുതനങ്ങ 2 എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ രീതിയിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. ഒന്ന് ചെറുതായിട്ട് ഒരു കട്ടി ഇത്തിരി കുറച്ച് രണ്ടും ഇങ്ങനെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഒരു ചട്ടി വെക്കുന്നുണ്ട്. ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് രണ്ടും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാണേ. ഞാൻ പറഞ്ഞല്ലോ, വഴുതനങ്ങ ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പക്ഷെ ഇതുണ്ടാക്കിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വഴുതനങ്ങ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഉരുളക്കിഴങ്ങിന് ഇഷ്ടമാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ചെയ്ത് നോക്കിയപ്പം നല്ല ടേസ്റ്റ് തോന്നി. അപ്പൊ ഇത് എന്തായാലും നിങ്ങൾ കണ്ടിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ എന്നിട്ട് എനിക്ക് എന്തായാലും കമന്റ് ചെയ്യണം. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. ഞാൻ പറയണത് കള്ളമല്ല, സത്യമാണ് കേട്ടോ. അങ്ങനെ ഇത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുകൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സവാള ഇതേപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്, ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടി. എന്നിട്ട് അതിലേക്ക് കടുക് വറുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ടേ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞില്ലേ, അതും കൂടി അതിലേക്ക് ഒന്ന് ഇട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൊടികൾ എന്താന്ന് വെച്ചാല് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പുണ്ട്, അതേപോലെ കുരുമുളക് പൊടി ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. മസാല എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയിൽ നല്ല രീതിയിൽ മസാല കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ചും കൂടി നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇവിടത്തെ വിഴുക്ക്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം, അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ. കുറച്ചു നേരം ഒന്ന് അടച്ച് വേണമെങ്കിൽ വേവിക്കുകയും ചെയ്യാം കേട്ടോ. നല്ല രീതിയിൽ വെന്തതായി പോവാതെ കുറച്ചൊന്ന് വേവിച്ചും കൂടി എടുക്കുക. അപ്പൊ വിഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് കമന്റ് ചെയ്യണം.